അതിനുശേഷം വളാഞ്ചേരിയിലെത്തി, വളാഞ്ചേരിയിൽ നിന്ന് കുട്ടി കോളേജിലേക്ക് പോയി. കോളേജിൽ അധ്യാപകർക്ക് എന്തോ സംശയം കുടുങ്ങി ഈ കുട്ടിൻ്റെ അസ്വസ്ഥത കണ്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയിൽ വന്നത്. ഇതിലൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആ സമയത്ത് തന്നെ ഈ കുട്ടി ഇതിന് പ്രതികരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ടക്ടറോട് പരാതി പറഞ്ഞിരുന്നെങ്കിൽ, എന്ത് വന്നാലും ശരി ആ പ്രതിയെ കൈയോടെ പൊക്കാനും ഈ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ ബസ് തൊഴിലാളികൾക്കും ഞങ്ങൾ നിർദ്ദേശം. സ്വാഭാവികമാണ്, പെൺകുട്ടിക്ക് അങ്ങനെ പറയുന്നത്. പക്ഷേ പിന്നീട് അത് അസ്വസ്ഥത സ്വാഭാവിക പരാതി കൊടുക്കുന്നു, പോലീസ് അവർ നടപടികൾ സ്വീകരിക്കുന്നു, ബസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അതും ആ ഒരു കാരണം കൊണ്ട് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് എന്തുകൊണ്ട് തൊഴിലാളികൾ അല്ല, നിങ്ങളിതിൽ കണ്ടുപോകേണ്ടത് ഇത് ഈ പെൺകുട്ടി കൊടുത്ത പരാതിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ എതിർവശത്ത് നിന്നുകൊണ്ടല്ല ഈ സമരത്തെ ഞങ്ങൾ പറയുന്നത്. ഈ ബസ് വളാഞ്ചേരി സർവീസ് നടത്തുന്ന സ്ഥിരം സർവീസ് നടത്തുന്ന സ്ഥാപനമാണ്. ഈ ബസ്സിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ഈ ബസ് കസ്റ്റഡി ഞാനാ പറഞ്ഞത് ആ വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയിടും. ഈ തൊഴിലാളി ഹാജരായി അതിനുശേഷം ഒരു സാമാന്യ മര്യാദക്ക് സ്വാഭാവികമായിട്ടും ഈ ബസ് ഏത് സമയത്ത് പറഞ്ഞാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. ഈ അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ തൊഴിലാളികളെ ഏത് സമയത്തും ഡിവൈഎസ്പി അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ വിളിച്ചാലും അവരെ മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്, ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഒരു പ്രതികാര മനോഭാവം ഇക്കാര്യത്തോടു കൂടി പോകുന്ന സമീപനത്തിനാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് മുന്നോട്ട് പോയത്. അല്ലാതെ ഈ കുട്ടിയുടെ പക്ഷത്ത് നിന്ന് നാളെയും ഈ കുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ ഈ ഒരു ഉടമ എന്നുള്ള രൂപത്തിലേക്കും അതുപോലെ തന്നെ ഈ വ്യവസായം എന്നുള്ള രൂപത്തിലേക്കും ട്രേഡ് യൂണിയൻ എന്നുള്ള രൂപത്തിലേക്കും തൊഴിലാളികൾ എന്നുള്ള രൂപത്തിലേക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ഈ നാട്ടിലെ നീതി വ്യവസ്ഥയോടും പരിപൂർണമായിട്ടും സഹകരിച്ച് പോലീസിൻ്റെ ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ തന്നെയാണ് ട്രേഡ് യൂണിയൻ തീരുമാനിച്ചത്. ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണോ ആവശ്യപ്രധാനമായി